കാദർ ഭായി, തിരുവനന്തപുരം വെള്ളറണ ആ സ്ഥലത്ത് മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. 28 വെട്ട് വെട്ടിയിട്ട് കഴുത്ത് അറുത്തു. ഈ ചെക്കനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, മെഡിസിൻ പഠിപ്പിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും കൂടി ചൈനയ്ക്ക് പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് 2019 തിരിച്ചു വന്നതിന് ശേഷം ഇവൻ മറ്റേ പരിപാടി സാത്താൻ സേവ. അല്ല, ഇവനെ വെട്ടാൻ പഠിപ്പിക്കാൻ അയച്ചതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും? അല്ല, ഇവനെ ഹ്യൂമൻ ബോഡി ഡൈസെക്ട് ചെയ്തിട്ട് ഡോക്ടർ പക്ഷെ ഇവൻ പഠിച്ചു വന്നത് ഇറച്ചി വെട്ടാൻ. അതെ. അങ്ങനെ ഇവന്റെ റൂമിൽ ആർക്കും വീട്ടുകാർക്ക് കയറാൻ പറ്റിയതില്ല. കഴിഞ്ഞ 6 കൊല്ലമായിട്ട് അച്ഛനും അമ്മയ്ക്കും ഇവന്റെ റൂമിൽ കയറാൻ പറ്റില്ല. റൂമിൽ ഒരു തരം ഒരു പാട്ട് കേൾക്കുന്നു. അച്ഛനമ്മയ്ക്ക് എന്താ പാട്ട് മനസ്സിലാവണില്ല. റൂം അവർ കണ്ടിട്ടുമില്ല. വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊക്കെ പോലീസിനെയൊക്കെ വിളിച്ചിട്ട് ഇവർ റൂമിൽ കയറാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് കേട്ടു. ആ ടൈമിലാണെങ്കിൽ പോലും ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്ത് ഇവരെ കയറാൻ സമ്മതിക്കാത്ത രീതിയിൽ കച്ചറയാക്കി. അച്ഛനെ കൊന്നതിന് ശേഷം റൂമിൽ കയറിയ ന്യൂസുകാരടക്കം ഞെട്ടി. ഫുള്ള് മറ്റേ മുടി കൂമ്പാരമായിട്ട് കൂട്ടിട്ട്, എത്രയോ കാലങ്ങളായിട്ട് വെട്ടുന്ന മുടി ഫുള്ള് ബാത്റൂമിന്റെ സൈഡിൽ കൂട്ടിയിടുക. 2 തലയുള്ള തലയോട്ടി പോലത്തെ ഫിഗറുള്ള വാളില്ല, വലിയ വാള്. അത് മറ്റേ ഇതെന്ന് പറയും, നമ്മുടെ ചെകുത്തല്ലേ, ഡബിൾ സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ കോൺസെപ്റ്റ് ആണത്. അങ്ങനെയുള്ള ഒരു സാധനം. പിന്നെ എഴുത്തുകള്, അതായത് ഒരു ഫിഗർ ഉണ്ട് കേട്ടോ, ഇതിനകത്ത് ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. അവനെ ഒരു കഥയും ഒരു ചിത്രമാണ് കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് ഇല്ലാതെ ഒരു ഇത് മാത്രം പിടിച്ചിട്ട് ഒരാള് ഒരു തോക്ക് കയ്യിൽ പിടിച്ചിട്ട് പാമ്പിന്റെ ചിഹ്നം കയ്യിൽ വരച്ച് തലയിൽ വേറൊരാളെ തല വെട്ടിയിട്ട് കഴുത്ത് തൂക്കിക്കുക. ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയാ, ഒരു മൊത്തം ഒരു സൈത്താനിക് ടച്ചുള്ള ഒരു പരിപാടിയൊക്കെ കാണിച്ചിട്ടാണ് എന്റെ ജീവിതം മുന്നോട്ട് പോകണം. ഇവന്റെ അമ്മ പറയുന്നത് കേട്ടോളൂ. ഇവന്റെ കോഴ്സ് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ പരിപാടി. കോഴ്സ് ഫുള്ളായിട്ടില്ല, അത് വേറെ കാര്യം. ഇവന്റെ അമ്മ പറയുന്നത് കേട്ടോളൂ. ചൈനയിൽ നിന്ന് വന്നത് തൊട്ട് അവന് ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളെന്ത് പറഞ്ഞാലും അവന് ദേഷ്യമാണ് ഞങ്ങളവിടെ കാണിക്കുന്നത്. ഞങ്ങളതുകൊണ്ട് ഒന്നും കൂടുതൽ സംസാരിക്കാനായിട്ട് പോവില്ല. അവനെന്തൊക്കെ ആവശ്യമുണ്ടെന്ന് അവൻ പറയുമോ അതൊക്കെ ചെയ്തു കൊടുക്കും ഞങ്ങൾ, എന്ത് കാര്യങ്ങളും. പിന്നെ എപ്പോഴും സന്തോഷത്തോട്ട് അവൻ എത്ര ദേഷ്യപ്പെട്ടാലും മോനെ എന്ന് വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും. ശരിക്കും ഈ മക്കൾക്ക് ഇങ്ങനത്തെ മാറ്റങ്ങൾ വരുമ്പോ മാതാപിതാക്കൾ ശരിക്കും അത് എന്താണ് അല്ലേ? ഇവനെ ഡോക്ടറെ കാണിക്കുന്നത് വേറെ, പക്ഷെ ഇത്രയും ക്രൂവലായിട്ട് അച്ഛനും ഈ മുടിക്കുത്തിനൊക്കെ പിടിച്ച് പൊക്കിയെടുത്ത് അടിക്കുക എത്ര പരിപാടി. ശരിക്കും പോലീസ് പറഞ്ഞ സ്വന്തം മകനാണെങ്കിൽ സഹിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ല, ഇനിയുള്ള മാതാപിതാക്കളോടാ പറയാനുള്ളത്, കുട്ടികൾ ചിലപ്പോ ലഹരിക്ക് അടിമയാവും, ഇതേപോലുള്ള ചെകുത്താൻ സേവ അന്ധവിശ്വാസം പരിപാടികളിൽ പോയി പെടും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടോ മകനോ മകളോ അച്ഛനോ അമ്മയോ നിങ്ങളെ കൂട്ടത്തിൽ ആരാണെങ്കിലും ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക. ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ തുടങ്ങുക, വധഭീഷണികളൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആരും എന്ത് ചെയ്യണ്ട, അത്രയും അടുത്ത ആളാണ് മാറുന്നൊന്നും വിചാരിച്ചിട്ട് ആരും കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇമാതിരി പരിപാടികളൊന്നും മാറാനും പോകുന്നില്ല. ഈ അടുത്ത് കുറെ കേസുകൾ നമുക്ക് കേട്ടപ്പോ ഈ അന്ധവിശ്വാസങ്ങളും ഈ ചെകുത്താൻ സേവയൊക്കെ ഇപ്പൊ ഒരു വലിയ അമൗണ്ട് ഓഫ് പീപ്പിളിന്റെ ഇടയിൽ ഈ സംഭവം വർക്കൗട്ട് ആവുന്നുണ്ട്. കൊച്ചി ഞാൻ പണ്ടൊരു വീഡിയോയില് വെരി ക്ലിയർ ആൻഡ് എവിഡന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നരബലി നടന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒക്കൾട്ട് പോലത്തെ സൈത്തനിക് റിച്വൽസ് ചെയ്യുന്ന ഗ്യാങ്ങുകൾ ഫ്രം 2005-2006 മുതൽ ആക്റ്റീവാണ്. ഞാൻ ഇത് കൃത്യമായിട്ട് പറയാൻ കാരണം, എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ്, ഒരു കസിൻ ഇതേപോലെ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ 2005-2006 വന്ന് പെട്ടിട്ട്, അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. പക്ഷെ ഇവൻ ഇതിനൊക്കെ വളരെ എൽഡറാണ്. ഇവൻ എനിക്ക് ആ ടൈമുകളിൽ ഇങ്ങനത്തെ കഥകൾ പറഞ്ഞു തരിക. ഇവൻ കൊച്ചിയിൽ വന്നിട്ട് ഇങ്ങനെ ഇവരുടെ ഈ പ്രയറിനെ കുറിച്ച് പറയുക, ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് പകരം ചെകുത്താന്റെ കാര്യങ്ങൾ പറയുക. ഇവൻ അന്നൊരു പാട്ടൊക്കെ പാടുമായിരുന്നു. അല്ല, ഇപ്പൊ ഈ സംഭവത്തിന്റെ ഒരു ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞു തരട്ടെ. ഇപ്പൊ ഈ അടുത്ത് ഈ കപ്പിൾസിന്റെ ഇടയിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കപ്പിൾസ് വാക്കിംഗ്, ചോര പിടിക്കുക എന്നുള്ളതാണ്. ചോര കുടിക്കുക എന്നുള്ളതാണ്, പിടിക്കാന്നല്ല, കുടിക്കുക. അതായത് കയ്യിൽ ഇങ്ങനെ കുത്തുക, എന്നിട്ട് അതിൽ നിന്ന് ചോര എടുക്കുക, കാമുകം കുടിക്കുക, കാമുകി കുടിക്കുക. ഇതിപ്പോ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. കാമുകന്റെ കാമുകി കുടിക്കുക, കാമുകന്റെ കാമുകി കുടിക്കുക, കാമുകിയുടെ കാമുകം കുടിക്കുക, അല്ലേ?
ഇവൻ ചാത്താനാണോ അതങ്ങനെയല്ല. അത് മറ്റേ ഈ ചോരന്റെ അയൺ ഡെഫിസിറ്റ് ഇല്ലേ. നീ കൊറേ കാലങ്ങളായിട്ട് കൊച്ചിയിലും ഉണ്ട്. അല്ല ഇത് ഞാൻ പറഞ്ഞ സീരിയസ് ഇഷ്യൂ ആ സംഭവം. നമുക്ക് കാണുമ്പോ ഒരു സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിൽ പോലും ഇത് ഭയങ്കര ഇഷ്യൂ ആണ്. കാരണം ഇങ്ങനെ ഈ ബ്ലഡ് കുടിക്കുന്നത് പിന്നീട് ഇതിന്റെ ടേസ്റ്റ് കൂടിയിട്ട്. ഈ ചെകുത്താൻ സേവ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് സാക്രിഫൈസ് ആണ്. നമ്മൾ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യണം. ചിലപ്പോ നമ്മളെ മുടിയോ അല്ലെങ്കിൽ ദേഹത്തിന്റെ ഒരു ഭാഗം. ഇപ്പൊ ഇവൻ വരച്ചു വെച്ച ഫോട്ടോയിൽ കൈയില്ല, കൈ വെട്ടി സാക്രിഫൈസ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഒരാളെ കുരുതി, ബേസിക്കലി കുരുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൈൻഡ് ഓഫ് സാക്രിഫൈസ് ആണല്ലോ ദൈവത്തിന്. സംഭവം ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ ബലി പോലെയുള്ള പരിപാടി അത് ചൈനയിൽ പോകുമ്പോ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയി നല്ല കിട്ടിയത്. പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊച്ചിന്ന് കിട്ടിയത്. കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഇവന് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഈ ഫ്രണ്ട് സർക്കിളിൽ പോയിട്ടാണ് ഇവൻ സിനിമ പഠിക്കുന്നത്. ഏത് മെഡിസിൻ പഠിക്കാൻ വേണ്ടി ചൈനയിൽ പോയി വന്നവൻ നാട്ടിൽ കൊച്ചിയിൽ സിനിമ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു കോഴ്സിന് ചേർന്നിട്ട് കൊച്ചി പോയി വന്നതിന് ശേഷം ഇവൻ ഈ പരിപാടി തുടങ്ങി. ഞാൻ പറയുന്നത് ഈ പോലീസിനൊക്കെ ഈ തൂക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൈവെക്കുന്ന പേടിയല്ലേ എഴുതാനെ തീർക്കണം. നെയ്യിലൊന്നൊരു അമ്മ പറയുന്നത് ഉള്ളു കേട്ടോളൂ. ഇത് ചൈനയിൽ നിന്ന് വന്നതിന് ശേഷം ഈ സിനിമ ആക്ടിങ് പഠിക്കാൻ പോയി. ആക്ടിങ് പഠിക്കാൻ പോയതിനു ശേഷമാണ് കുറച്ചുകൂടി മാറിയത്. അത് തൊട്ട് ഇവന് ഭയങ്കര മാറ്റമായി. എറണാകുളത്ത് പോയതിന് ശേഷം അവിടെ എന്നിട്ട് അവൻ്റെ അതുവരെ ഞങ്ങളെ കൂടെ ചർച്ചിലെല്ലാം വരും, പ്രാർത്ഥനയിലും പ്രസംഗിക്കും, നന്നായിട്ട് പാടും, എല്ലാ കഴിവുമുണ്ട്, നല്ല പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഇവൻ ഈ എറണാകുളത്ത് ഈ കോഴ്സിന് പോയിട്ട് വന്നതിന് ശേഷം ഈ മോൻ ചർച്ചിൽ വരില്ല. വിളിക്കുമ്പോഴൊന്നും പിന്നെ ഞാനിനി അങ്ങോട്ടില്ല എന്ന് പറയും. അങ്ങനെ ഇരുന്ന് പല ആവർത്തി വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് വീട്ടിൽ അല്ലെങ്കിൽ നല്ല ക്രിസ്ത്യൻ പാട്ടൊക്കെ ഇടുമായിരുന്നു. പിന്നെ വീട്ടിൽ ഈ നമ്മൾ ക്രിസ്ത്യൻസ് അല്ലേ, അപ്പം നമ്മൾ വേറെ പാട്ടൊന്നും ഇടില്ല. എപ്പോഴും ഈ ഓം എന്നൊക്കെ ഉള്ള അശരീരിയായിട്ടുള്ള ഓം എന്തോ ഒരു വൈബ്രേഷൻ പോലെ ഈ ഹിന്ദുവിൻ്റെ മൊത്തം വീടും ഇതായിട്ട് ആ ഒരു പാട്ടിടും. എപ്പോഴും അത് ഇവൻ പുറത്തിറങ്ങിയാലും ഇട്ടിട്ട് ഇറങ്ങും. നമുക്ക് ചെന്ന് പെട്ടെന്ന് ഓഫാക്കാനാ അത് ചെയ്യുമെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യും. ഈ പാട്ടില്ലേ ഇവർക്ക് അത് തെറ്റിദ്ധാരണയാണ് ഓം എന്നുള്ളത്. ശരിക്കും ഈ സാധനം ഞാൻ അനുഭവിച്ച ഒരാളാണ്. കാരണം ഞാൻ പറഞ്ഞു എൻ്റെ ആ കസിൻ ഞാനൊരു കോളേജ് ടൈം ആക്കി ഇവൻ അതിൽ അഡിക്റ്റ് ആയി. ഒരു 2005-2006 ടൈമിൽ ഇവൻ കൊച്ചിയിൽ വന്നിട്ട് ഈ കൾച്ചറിൽ അഡിക്റ്റ് ആയി. ഇവൻ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇവൻ ഒരു വട്ടം എനിക്ക് തോന്നുന്നൊരു 2015-16 ടൈമിലൊക്കെ കാറിൽ കയറി ഇരുന്നിട്ട് ഇവൻ എനിക്കൊരു പാട്ട് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഇവരിത് പറയുമ്പോൾ പെട്ടെന്ന് കണക്ട് ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഈ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് തപ്പിയപ്പോ ഇവര് ഓം എന്നല്ലേ പറഞ്ഞേ? അല്ല ഞാൻ പറഞ്ഞത് ഇത് ഓമെന്ന് അല്ലല്ല, അത് ഓമെന്ന് തോന്നാം. ഞങ്ങൾക്ക് ആ പാട്ട് ഞാൻ പ്ലേ ചെയ്തു കേട്ടോ. സാധനം പൊളിയാ. കേട്ടിരുന്നു. പക്ഷെ ആ കുടുംബത്തിന്റെ അവസ്ഥ ഭയങ്കര ഇത് ഡാർക്ക് ബ്ലാക്ക് മാജിക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് ഇങ്ങനത്തെ. വെറുതെ അല്ല, ഈ മ്യൂസിക് ആക്ച്വലി ഇവരുടെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. സെയ്തനിസത്തിന്റെ ആളുകളും ഇല്ലെങ്കിൽ ഇലുമിനാറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന മെയ്സണറി ഇങ്ങനത്തെ ടീമുകളില്ലേ, ഇവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇവരുടെ കൾച്ചറിന് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയി പോകുന്നതോ പോപ്പ് മ്യൂസിക് പോലത്തെ താരങ്ങളില്ലേ, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഹൈ ലെവൽ യൂറോപ്യൻ കൾച്ചറുള്ളവര്, അവരാണ് ഇതിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയി പോകുന്നത്. അതാണ് ഈ ഭയങ്കര ഒരു മ്യൂസിക്കിന് ഭയങ്കര കേട്ടിരിക്കാൻ പറ്റൂല. ഈ ചെങ്ങായി ഞാൻ പറഞ്ഞേ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇത് കൊടുത്തിട്ട് എനിക്ക് കാറിൽ പ്ലേ ചെയ്തിട്ടേ എനിക്ക് തലവേദനിച്ചിട്ട് എനിക്ക് പ്രാന്ത് എനിക്ക് പ്രാന്ത് എനിക്ക് വട്ടോടിച്ചിട്ട് കേട്ടിട്ട് എനിക്ക് കുറെ കഴിഞ്ഞപ്പോ എനിക്ക് വട്ടായി. പക്ഷെ
മോയിനൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല അതറിയോ ഇത് വീട്ടുകാർ കേട്ടപ്പോ ഓ മീം എന്നൊക്കെ ഒരിക്കലും അത് ഒരു മതവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, അത് അമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു. അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. പക്ഷെ അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അല്ല അവർക്ക് എന്താ പറയാ, അവർക്ക് ഇത് ലൗഡായിട്ട് കേൾക്കുമ്പോ ആരാണെങ്കിലും ഓമന്ന് തെറ്റിദ്ധരിക്കും. ആരാണെങ്കിലും. പക്ഷെ ഞാനൊന്ന് ആലോചിച്ച കാര്യം എന്താണെന്നറിയോ, ഒരു മനുഷ്യൻ ഇത്രയും വലിയൊരു എന്താ പറയുന്നത് ഒരു ക്രൂരത കാണിക്കാൻ വേണ്ടി പറ്റിയോ? സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ഈ ലൂസിഫറിസം എന്ന് പറയുന്ന പരിപാടി, അതിൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം. അവരുടെ സ്വാതന്ത്ര്യത്തിൽ വേറെ ആരും കൈ കലർത്തരുത് എന്നുള്ളൊരു തിങ്കിങ് ആണ് അവർക്ക്. അങ്ങനെ ചിന്താഗതിയുള്ള ആളുകള് കൊല്ലുക അല്ലേ. ആരാണോ അതിന് വിലങ്ങ് നിൽക്കുന്നത് ചെറിയ കാര്യത്തിനായിരിക്കാം. ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോ ഇവരെ മൈൻഡിൽ എങ്ങനെ അറിയാം നിങ്ങൾക്ക്? ഇപ്പൊ നിങ്ങള് ചോദിക്കുകയാണ് നിങ്ങളൊരു ഫുഡ് കഴിക്കാൻ, നിങ്ങൾക്ക് ഒരു പൊറോട്ട കഴിക്കണം. ചെന്താമരക്ക് ജാമ്യം കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചിട്ടാകുമ്പോ പറഞ്ഞത് അത് അയാൾക്ക് ജാമ്യം കിട്ടേണ്ട സ്വാതന്ത്ര്യം ഇല്ലേന്ന് പറഞ്ഞ ഒരു ജുഡീഷ്യറി സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമ്പോ. അല്ല ഈ ചെക്കന്റെ അമ്മ എന്താ പറയാ, ഞാൻ എന്താ ഫുള്ള് പ്ലേ ചെയ്യാത്ത ഈ ചെക്കന്റെ അമ്മ പറഞ്ഞ കരയുന്നത് എന്താ അറിയാം നിങ്ങൾക്ക്? ഇവൻ പുറത്തിറങ്ങി അടുത്ത കൊല്ലാൻ പോണ ഇന്നയാണ്. ആരെ ഇവര് പറയുന്നുണ്ട് അമ്മേനെ. അമ്മേനെ കൊല്ലും, ഇനി പെങ്ങളും കുട്ടികളും ഉണ്ട്, അവരെയും തീർക്കും, ഇവരെല്ലാരെയും തീർക്കും പറയണേ. ഇതൊക്കെ കേട്ടാലും ഇവന് ജാമ്യം കൊടുക്കാൻ ആൾക്കാരുണ്ടോ? ജാമ്യം കിട്ടുമോ? അല്ല ഇത് ജാമ്യം ഇത് ഇവനൊക്കെ ജാമ്യം കൊടുത്തു കഴിഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ജാമ്യത്തിന്റെ ഒരു പ്രശ്നം എന്താ പറയുക, ഈ അവകാശം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ കൊണ്ടുവന്നു. ഹ്യൂമൻ റൈറ്റ്സ്, ഒരാളുടെ അവകാശം, അയാൾക്ക് ഇന്ത്യൻ നിയമ സംവിധാനങ്ങൾ നൽകുന്ന ഒരു സ്വാതന്ത്ര്യം. അയാള് പ്രതിയാണെന്ന് കണ്ടെത്തിയിട്ടില്ലല്ലോ, അയാള് പ്രതിയാണെന്ന് ആയാലും ജീവപര്യന്തത്തിന് 2 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരോളാണ്. പരോള് റൈറ്റ് വേണം കൊടുക്കാതിരിക്കാം, പക്ഷെ പരോള് കൊടുക്കാതിരിക്കാനുള്ള റൈറ്റും ഉണ്ട്. പക്ഷെ ജാമ്യം അങ്ങനെയല്ല, കാരണം അയാള് പ്രതിയാണെന്ന് വിചാരണയും എല്ലാം കഴിഞ്ഞതിന് ശേഷം അയാളെ കണ്ടെത്തുന്നുള്ളൂ. ഇവൻ ഭയങ്കര കണ്ണിങ്ങാ, അത് കേട്ടോളി. ഇത് മരിക്കണതിന് ഇതിന് തൊട്ട് മുമ്പ് ഇവൻ പറഞ്ഞ് എന്നെ ഒരു ദിവസം ഒരു ഡോക്ടറേറ്റ് കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ ഇവനുമായിട്ട് 3 പേരുമായിട്ട് പോയി തിരുവനന്തപുരത്ത് പോയി. ഡോക്ടർ ഇവനെ നോക്കിയിട്ട് പറയാണ് ഇവന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വീട്ടിൽ പോകാൻ പറഞ്ഞു. മരുന്ന് ഒന്നും കൊടുത്തില്ല. എൻ്റെ ഫോണിൽ ആ ഡോക്ടറെ പേരെഴുതിയിട്ടിട്ടുണ്ട്. ഈ സൈക്കാട്രിസ്റ്റ് പോലെ ഇല്ല, ഒരു ഡോക്ടറെ വീട്ടിലാണ് പോയത്. ആ ഡോക്ടറെ പേരും വികടും അയാൾ തന്നെയാണോ സജസ്റ്റ് ചെയ്തത്? പ്രജിൻ ആ കൊണ്ടുപോയില്ലേ നിങ്ങൾ കൊണ്ടുപോയതാണോ അല്ല അവൻ സജസ്റ്റ് ചെയ്ത ഡോക്ടറാണോ? ഇത് നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് ഇവ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളും അന്വേഷിച്ചായിരുന്നു. അങ്ങനെ ഇതുപോലെ ഇന്നടുത്തൊരു ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞാണ് ഇവനുമായിട്ട് പോയത്. അപ്പോൾ ഡോക്ടർ ഇവന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വിട്ടു. എന്നിട്ട് ഇവൻ വീണ്ടും പോകണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമതും കൊണ്ടുപോയപ്പോഴും അയാൾ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ്. എന്നിട്ട് 3ാമത് ഇവൻ ഈ തിങ്കളാഴ്ച ഇത് ബുധനാഴ്ചയാണ് സംഭവിക്കണം, അപ്പോഴും കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോഴും എൻ്റെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും എന്നെ ഡാഡി പറയുമെന്ന് പറഞ്ഞ്. അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഇവന് ഉള്ള ദേഷ്യങ്ങളും ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഇവന് പെട്ടെന്ന് ദേഷ്യം. എപ്പോഴാണത് സംഭവിച്ചത്? ഇപ്പോഴും ഈ തിങ്കളാഴ്ചയുടെ അന്ന് ഡോക്ടറോട് അവൻ തന്നെ പറഞ്ഞു എൻ്റെ കാര്യങ്ങളെല്ലാം ഡാഡി ഡോക്ടറോട് പറയാൻ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടിരുന്ന ഉടൻ തന്നെ ഇവന് പെട്ടെന്ന് ദേഷ്യം വന്നു അവിടെ വെച്ച്. അപ്പോഴും ഡോക്ടർ പറഞ്ഞ് പുറത്ത് നിൽക്കാൻ പറഞ്ഞ്. എന്നിട്ട് ഡോക്ടർ എന്തോ 2 മരുന്നെന്തോ എഴുതി കൊടുത്തു. അത് കഴിച്ചോ കഴിച്ചില്ല എന്നൊന്നും അറിയില്ല. ആ ദേഷ്യം അവനുണ്ട്. അന്ന് വെച്ച് അപ്പോഴും ഡോക്ടർ പറഞ്ഞ് ഡാഡിയെ ഒന്നും ചെയ്യരുത്, ചിരിച്ചുകൊണ്ട് വേണം പോവാൻ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ്. പറഞ്ഞതായിരിക്കും ഇവൻ്റെ ഇതാണോ എന്നൊരു സംശയമുണ്ട്. സംഗതി മനസ്സിലായ? ഇവന് മാനസിക രോഗമാണ്. ഇവനെ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇവനെ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ തന്നെ വീട്ടുകാരോട് പറഞ്ഞിട്ട് അങ്ങോട്ട് ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ വീട്ടുകാരെ പുഷ് ചെയ്തിട്ട് ഏതോ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ ഇവൻ എന്താ ഓൾറെഡി പ്ലാൻഡ് ആണ്. ഇവനൊരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ വീട്ടുകാർ പറയൂല്ലോ ഇവന് മാനസിക രോഗമാണ്. ഏതാ കള്ളം ആലോചിക്കുന്നത്? രോഗൂടായിപ്പ് ഭയങ്കര കളിയാണല്ലോ. എന്താ അറിയോ, നമ്മളെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾ ലഹരിക്ക് അടിമയാകുന്നത് പോലെ തന്നെ ഇതേപോലുള്ള കൾച്ചറുകൾക്ക് അടിമയാവുന്നുണ്ട്. ലൂസിഫറിസം,
സെയ്ത്തനിസം. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം, ഈ ബ്ലഡ് കുടിക്കുന്ന പരിപാടിയൊക്കെ, അത് പിന്നെ ആദ്യം ചെറിയൊരു മുട്ടുസൂചി എടുത്തിട്ട് ഇവിടുന്ന് കുടിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോ ബ്ലഡിനോട് ടേസ്റ്റ് വരും. ഇതൊക്കെ ഒരു അപകടത്തിലേക്ക് പോവാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഈ 2 പല്ല് കൂർപ്പിക്കാൻ അല്ലെ, ഞാനതൊരു ഫാഷന്റെ ഭാഗമായിട്ട് അല്ല അത് നിങ്ങളാ മറ്റേ രാജ്യത്തുള്ള കാര്യങ്ങളാണ്, അതില് ഞങ്ങൾ വരുന്നില്ല. അല്ല മോനിക്ക, അല്ല അത് ചൊവ്വയിലെ സായിയുടെയും ടീമിന്റെയും ഒക്കെ കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കുടുംബത്തിന്റെ വിഷമം എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ബോധേടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മക്കളുടെ മേലിൽ പലപ്പോഴും പല മാതാപിതാക്കൾക്കും കൃത്യമായിട്ടുള്ള ഒരു കണ്ണ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല, ഒരു നോട്ടം കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇനി സെക്കൻഡ് സ്റ്റേജിലുള്ളത് അധ്യാപകരാണ്. ആ അധ്യാപകര് എന്തെങ്കിലും ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് തല്ലിയാൽ പോലും മനുഷ്യാവകാശ ലംഘനം, അത് ഇത് JJ ആക്ട്, പോക്സോ കൊടുക്കേണ്ട സമയത്ത് 2 കൊടുക്കണം സായി. ഈ പിള്ളേർക്ക് പേടി കുറച്ചൊക്കെ വേണം. പേടിക്കാം, പക്ഷെ തല്ല് കൊടുത്ത് പേടിപ്പിക്കണോ? അല്ല, കൊടുക്കണ്ടപ്പോ കൊടുക്കണം. ഒരു കുട്ടി ഒരു പരിധിക്കപ്പുറത്ത് പോകുമ്പോ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ലഹരി സംഗതി പിന്നെ 2 കൊടുക്കേണ്ട ഒരു അധ്യാപകന്മാർക്ക്. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലതല്ലേ മോനിക്ക? മോനിക്ക ഡസ്റ്റർ കൊണ്ട് ഏറ്, ചോക്ക് കൊണ്ട് ഏറ്, കഴുത്തിൽ ചെയിൻ ഇട്ടതിന് പിടിച്ച്. ഞാനൊരു കാര്യം പറയട്ടാ, നമ്മള് ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പുറത്തുനിന്ന് ഒരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാല്, ഒരു ഫിൽറ്റർ ഒരു എന്തെങ്കിലും ഒരു ലഹരി പദാർത്ഥം ഉപയോഗിച്ചു കഴിഞ്ഞാല് അവർ ആദ്യം പേടിക്കുന്നത് ആരറിയുമെന്ന് ആലോചിച്ചിട്ടാന്ന് അറിയോ? മാതാപിതാക്കളല്ല, അധ്യാപകരറിയോ എന്നുള്ളതാണ്. കാരണം അത്രമേൽ ഒരു സെക്യൂരിറ്റി അധ്യാപകർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എല്ലാ അധ്യാപകന്മാരല്ല, കുട്ടികളെ ചൂഷണം ചെയ്യുന്ന അധ്യാപകരൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ അധ്യാപകർക്ക് കുട്ടികളുടെ മേലിലുള്ള ഒരു അവകാശം, അല്ലെങ്കിൽ അവകാശം എന്നല്ല, ഒരു അതോറിറ്റി, അതിനെ പാടെ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുകയാണ്. അവര് പഠിപ്പിക്കുന്നു, പോകുന്നു. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഉച്ചക്ക് നമ്മൾ ചോറ് കഴിച്ചില്ലെങ്കിൽ അധ്യാപകർ വന്ന് ചോദിക്കും, നിങ്ങൾ ചോറ് കഴിച്ചോ എന്ന്. ഇന്നത്തെ കാലത്ത് അധ്യാപകർക്ക് പേടിയാ. ചോറ് കഴിച്ചോന്ന് നിങ്ങൾ ആരാണോ ചോദിക്കുക, എങ്ങനെ പോയി പണി നോക്കുന്നത്? ഇന്നലെ കണ്ടില്ലേ ഒരുത്തന് സ്കൂളിന്റെ അടുത്തുനിന്ന് ഒരു അധ്യാപകനോട് പറയുന്നത്, പുറത്തിറങ്ങി നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രിൻസിപ്പളിനോട് നമ്മുടെ കാലത്ത് അതൊന്ന് പറഞ്ഞു നോക്കിയേ. നമ്മുടെ കാലത്ത് പുറത്തിറങ്ങ് കാണിച്ചു തരാന്ന് പറഞ്ഞാലില്ലേ, മാഷന്മാരെല്ലാം കൂടി പൊങ്കാലിടും. പണ്ട് ഞങ്ങള് ഈ മദ്രസ പഠിക്കുന്ന സമയത്ത് ഒരു ഉസ്താദ് ഒരു കാര്യത്തിന് നമ്മളെ കൂട്ടുകാരനൊരു അടി കൊടുത്ത സമയത്ത് ഇവനെ ഇറങ്ങിയിട്ട് ഇവന്റെ ഉമ്മാനെ കൂട്ടാൻ പോയതാ. ഉമ്മ ഇവന് 2 കൊടുത്ത് മദ്രസയിലേക്ക് പറഞ്ഞയച്ചു. ഈ സിസ്റ്റം സത്യത്തില് ഇതിന് ഒരുപാട് ദോഷവശങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, എന്നെ ന്യായീകരിക്കുന്നൊന്നുമല്ല. പക്ഷെ ഈ ഒരു സിസ്റ്റം നിലനിൽക്കണം. അധ്യാപകരാണ് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം വഹിക്കുന്ന രക്ഷിതാക്കൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത പോഷൻ അവരാണ്. പിന്നെ സൊസൈറ്റിയെ വിട്. കാരണം സൊസൈറ്റിയെക്കാളും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾ ഇറങ്ങുന്ന സൊസൈറ്റി, അവര് സ്കൂളും കഴിഞ്ഞ് വീടും കഴിഞ്ഞ് ഇറങ്ങുന്ന സൊസൈറ്റിക്കാ. ഈ സൊസൈറ്റിയിൽ പണ്ട് നമുക്കൊക്കെ ഉള്ള ഒരു ഗുണം എന്താ അറിയോ, ഇന്നൊക്കെ ഗ്രൂം ചെയ്തതിന്റെ ഏട്ടന്മാരാണ്. ഞാൻ അവരെ കണ്ടുപിടിച്ച് അവരെ കൂട്ടത്തിലാണ് വളർന്നത്. ഇപ്പോഴുള്ള കുട്ടികൾക്ക് അങ്ങനെ ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, 1 or 2 അല്ലെങ്കിൽ ഈ പ്രബീനെ പോലെ പബ്ജിയിലുള്ള ഫ്രണ്ട്സ് മാത്രമേ കാണും. ഇതൊക്കെയാണ് പ്രശ്നം. അല്ല, നിന്റെ ഏട്ടന്മാരൊന്നും കാണേണ്ടത് ആ ഏട്ടന്മാരെയാണ്. പബ്ജി പ്രബി ഇവര് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന, കൊറിയ, ജപ്പാൻ, നേപ്പാളൊക്കെയാണ് അവന്റെ ഫ്രണ്ട്സ്. ഉള്ള അങ്ങനത്തെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. മൊയിനുക്കാന്റെ ഫ്രണ്ട്സ് ഒന്നും ഇപ്പൊ ഇല്ല, ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് പലരും 80th ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു മാൻ. ഇതില് വേറെ കാര്യമുണ്ട് കേട്ടോ. ഈ അമ്മേന്റെ ഒരു മകൻ മരിച്ചതാ 9 വയസ്സിലറ്റ. അപ്പൊ അവർക്ക് അതിന്റെ ഒരു കെയറിങ് കൂടി ഈ കുട്ടിക്ക് പോയിട്ടുണ്ട്, ഈ ചെക്കന് പോയിട്ടുണ്ട്. അങ്ങനെ എക്സ്ട്രാ കെയറിങ് ഉള്ളത് കൊണ്ട് ഇവൻ എപ്പോഴെങ്കിലും നന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ അമ്മയും അച്ഛനും എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ മക്കളുണ്ട്, ചേച്ചിയോ അനിയത്തിയുണ്ട്, അതില് കുട്ടികളും ഉണ്ട്. പറയുമ്പോ നമ്മൾ ഈ ഇടയ്ക്ക് കുറച്ച് തമാശയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭീകരമായ ഒരു അവസ്ഥയാണ്. കാരണം അത് അനുഭവിച്ചവർക്ക് അതിന്റെ ഒരു അന്ധവിശ്വാസം എന്ന് പറഞ്ഞ ഫാക്ടറി എന്തൊക്കെയാണ് നിങ്ങൾ കുറച്ച് അന്ധവിശ്വാസം കേറുന്നതോടെ ഉള്ള ബന്ധങ്ങൾക്ക് എല്ലാ സ്ഥാനവും പോയി. ആ അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെട്ട് അവനെ പഠിപ്പിച്ച് അച്ഛനെ 28 വെട്ടിയിട്ട് എന്നിട്ട് മരണം ഉറപ്പ് വരുത്താൻ അമ്മ നോക്കുമ്പോ ഇവൻ അച്ഛന്റെ മേത്ത് കയറി കഴുത്ത് മുറുക്കിയാത്ര. ഒന്ന് ആലോചിച്ച് നോക്കി ആ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇതൊക്കെ അവസാനം ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു എൻജോയ്മെന്റ് ഒക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഇതൊക്കെ അവസാനം കൊണ്ടെത്തിക്കുന്നത് ഇവന്റെ പോലെ അവസ്ഥയിലേക്കാണ്.
മറ്റു വഴിയുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെന്ന് പറയുന്ന എത്ര പ്രായമുള്ള ആൾക്കാരൊന്നുമല്ല, നമ്മളൊക്കെ വന്ന ഒരു വഴിയുണ്ട്. അത് ആദ്യഘട്ടത്തിൽ അത്ര രസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ഒരു വൈബും ഒരു ഫാമിലിയും കുടുംബവും ഉത്തരവാദിത്തങ്ങളെല്ലാം ആയിട്ട് പോകുമ്പോഴുണ്ടാകുന്ന ഒരു രസമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ വിഷയം ഒന്നും തോന്നരുത് കേട്ടാ, കുറെ ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബിലൊക്കെ വന്നിട്ട് പച്ചത്തെറിയും പച്ച അഭിഷേകമൊക്കെ നടത്തുന്ന കുറെ എണ്ണം ഉണ്ട്. എന്റെ ഫ്രണ്ട്സിനെ കുറിച്ചായി പറയുന്നത് അല്ല, എല്ലാവരും അല്ല, കാരണം കുറെ എണ്ണം ഉണ്ട്. ആക്ച്വലി സായി ഒന്നും ഒരിക്കലും അവരുടെ 7 അയലത്ത് കൂട്ടാൻ പറ്റില്ല. കാരണം സായി എന്ത് പറഞ്ഞാലും സായി എത്രയോ വേറെ നിൽക്കുകയാണ്. ഞാൻ നിങ്ങളെ വെളുപ്പിക്കാൻ കൊണ്ടിരുത്തിയെന്ന് പറയും. അല്ല, അങ്ങനെയൊന്നല്ല. സായി പറയുന്ന സായിന്റെ അഭിപ്രായമാണ്. അതിൽ യോജിപ്പുണ്ടാവാം, വിയോജിപ്പുണ്ടാകാം. ചിലപ്പോൾ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം സായി പറഞ്ഞു വന്നേക്കാം. സായി പറയുന്നത് ഒരു ശരിയായ കാര്യങ്ങളാണ്, അതായത് വിമർശനങ്ങളാണ്. പക്ഷെ അതുപോലെയല്ല ഇവന്മാരൊക്കെ ചെയ്യുന്നത്. പച്ച തെറി വിളിക്കുകയാണ്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരക്ഷിതാവസ്ഥ സമൂഹത്തിൽ ഇവരൊക്കെ കൂടി സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. വീട്ടിനകത്ത് തെറി വിളിച്ചുകൊണ്ട് മാതാപിതാക്കളെ അഭിസംബോധന ചെയ്യുന്ന ഒരു വലിയ സംഘത്തെ ഉണ്ടാക്കുന്നതിൽ ഇത്തരം നെറികെട്ട ഇൻഫ്ലുവൻസർ, നമ്മളൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഭാഗമാണ്. ഇഷ്ടം പോലെ നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്, നല്ല വ്ളോഗേഴ്സ് ഉണ്ട്. പക്ഷെ ഇവന്മാരെ പോലത്തെ കുറെ എണ്ണം ഉണ്ട്. കടിഞ്ഞാണ് ഇടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയുന്നത്. സായിക്ക് തോന്നിയിട്ടില്ല? കുറെ കാര്യങ്ങളൊക്കെ മാറണം. കുറെ ഇപ്പൊ ഒന്നും വേണ്ട. ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം നമ്മള് ഭയങ്കര ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, യൂട്യൂബേഴ്സിന്റെ ലൈഫ് സ്റ്റൈല്. അതായത് അവർ ഓൾറെഡി ബെറ്റിംഗ് ആപ്പുകളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. യൂട്യൂബ് അടിച്ചിട്ടാകട്ടെ, അവര് ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത്. ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ട് അവർ കിട്ടുന്ന കാശ് കൊണ്ട് അവർ കാണിക്കുന്നത് എന്താ അറിയോ? അവരുടെ ലൈഫ് സ്റ്റൈലാണ്. പുതിയ വീട്, ഭയങ്കര ഡ്രസ്സ്, ഭയങ്കര കാറ്. അപ്പൊ ഈ ഇൻഡയറക്റ്റ് ആയിട്ട് അത് പ്രൊമോട്ട് ചെയ്യും. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറയുന്നത് ഈ സാധനങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്കും നമ്മൾ അതേ ലൈഫ് സ്റ്റൈലിൽ വരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ചെയ്യുന്നത്. പക്ഷെ അത് കാരണം കൊണ്ട് എന്താ പറ്ററിയോ? ഈ ലൈഫ് സ്റ്റൈൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇവർ ഈ ആപ്പ് കളിച്ച് പിന്നെയും പൈസ പോയിട്ട് ജീവിതം പോവാണ്. മനസ്സിലായി? അപ്പൊ ഈ കുറെ കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യാനും ഫിൽട്ടർ ചെയ്യാനും ഉണ്ട്, കുറെ കാര്യങ്ങൾ മാറാൻ. അല്ല, നമ്മള് ഇപ്പൊ കിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഇത്തരം ബെറ്റിംഗ് അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മളെ പ്രൊമോഷൻ ഞങ്ങൾ ലെഫ്റ്റ്. അപ്പൊ ഓക്കെ ഗൈസ്, ഈ ലെഫ്റ്റ് പോയി. അപ്പൊ നമ്മള് ഒരു പരിപാടിക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഈ ടോപ്പിക് ചെയ്ത് പോയേ പറ്റൂ എന്നുള്ളത് എനിക്ക് തോന്നി. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ സൊസൈറ്റിക്കകത്ത് എങ്ങനെയാണോ ലഹരി ഗ്രിപ്പ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ചില കൈൻഡ് ഓഫ് കൾച്ചേഴ്സ്. ഓക്കെ, ഞാൻ ആ കൾച്ചറുകളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഓൾമോസ്റ്റ് എൻ്റെ വ്യൂവേഴ്സിനൊക്കെ അറിയായിരിക്കും. ഞാൻ കുറേ കാലങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നമ്മളെ ഇതിലുണ്ടേ, നമ്മളെ ജെൻസി കുട്ടികളുടെ ഇടയിലൊക്കെ ഇത് ഭയങ്കരമായിട്ടുണ്ട്. അതായത് കുറച്ച് എന്താ പറയുക, റിബൽ മൈൻഡഡ് ആയിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ തോട്ട്സിൽ വേണം നമ്മൾ റിബൽ ആവാൻ. അല്ലാതെ നമ്മൾ എങ്ങനെ ആവരുത് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാരണത്തിന്, അല്ലെങ്കിൽ കുറെ ലൈഫ് സ്റ്റൈലിന്, അല്ലെങ്കിൽ ഒരു കുറെ കാശിനോ, അല്ലെങ്കിൽ അതൊക്കെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ മറ്റേതുണ്ടല്ലോ, എന്താ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ് ജീവിക്കാം. ചിലപ്പോൾ അങ്ങനെ ജീവിക്കുന്നതിന് പകരം നാളെ ഞാൻ മില്യനെയർ ആവുമെന്ന് പറഞ്ഞ് ജീവിക്കാം. പക്ഷെ അതിനൊരു റൈറ്റ് പാത്ത്, റൈറ്റ് വേ ഉണ്ട്. അതല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മൂപ്പര് പറഞ്ഞ പോലെ അവർ ചോര പിടിച്ച് ജീവിക്കുക, അതേപോലെ മറ്റേ നിങ്ങള് ഒരു മതവിശ്വാസത്തിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി, നിങ്ങൾ ജീവിക്കുന്നതിലോ അല്ലെങ്കിൽ ആ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും, ഒരു കുഴപ്പമില്ല. അത് ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്താണെങ്കിലും വിശ്വാസപ്രകാരം നിങ്ങൾക്ക് ജീവിക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അതുപോലത്തെ ഒരു കാര്യമേ അല്ല ഇത്. എന്ന് പറഞ്ഞ അവസാനം നിങ്ങൾ ഇല്ലാതാക്കുന്നതാണ്. കേവലം നിങ്ങൾ മാത്രമല്ലല്ലോ ഇല്ലാതാവുന്നത്. നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങളെ ആശ്രയിച്ച്, നിങ്ങൾക്ക് വേണ്ടി കാലാകാലങ്ങളോളം പണിയെടുത്ത പാവപ്പെട്ട അച്ഛൻ, അതെ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എൻഡ് ഓഫ് ദ ഡേ കൊല്ലുന്ന. കേരള പോലീസിനോട് ഉള്ള ഒരു അഭ്യർത്ഥന, ഇപ്പൊ കൊച്ചി കേന്ദ്രീകരിച്ചിട്ട് ഇത്തരം സംഘങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇന്നോ ഇന്നലെയോ അല്ല കേൾക്കുന്നുള്ളത്. ഈ ഇതിനിടയിൽ ഒരു ദമ്പതികൾ പോയത് ഓർമ്മയുണ്ട്, 3 ആള് ഇവിടെ കാശ്മീരിൽ പോയിട്ട് ആത്മഹത്യ ചെയ്ത്. അല്ല, ഇതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കേരള പോലീസിനോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇതൊരു വലിയ വിഷയമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അറിയുന്ന വിഷയങ്ങളാണ്. പലപ്പോഴും മക്കൾക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾ അത് പുറത്തു വിടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പേടിയാണ്, രണ്ടാമത്തെ കാര്യം അവരുടെ ഭാവി. എന്താണെങ്കിലും, ഫ്യൂച്ചർ ആണെങ്കിലും കല്യാണം ആണെങ്കിലും എന്താണെങ്കിലും അവരത് പുറത്തുവിടാൻ തയ്യാറാവില്ല. അപ്പൊ അത് പുറത്തുവിടാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും തയ്യാറാവില്ല. കാരണം ആരെങ്കിലും അറിഞ്ഞാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, ചിന്തിക്കാത്തവരുണ്ട്. ഇവിടെ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഇത്തരം കേന്ദ്രങ്ങൾ കൃത്യമായി അന്വേഷിച്ച്
കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരെ പൂട്ടേണ്ടതുണ്ട്. സത്യം അടിവേര് പൂട്ടേണ്ടതുണ്ട്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു നമ്മളെ പോലത്തെ ആൾക്കാർ കുറെ ഇൻഫ്ലുവൻസേഴ്സിനെ ഒക്കെ വിളിച്ച് നമുക്ക് സർക്കാരിന് ഒരു അവബോധ പരിപാടിയൊക്കെ സംഘടിപ്പിക്കാം. ഇത് ഇപ്പോഴും ഈ രാഷ്ട്രീയ കളിയല്ലേന്ന് അവിടെ നിന്ന് ഇത്ര കട്ടു ഇവിടുന്ന് ഇത്ര കട്ടു. ഈ കട്ടത് പോട്ടെ, ഈ രാഷ്ട്രീയക്കാരുടെ സീൻ എന്താ അറിയോ എനിക്ക്, ഇവരോട് ഇപ്പൊ പറയുകയാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ട്. ഇപ്പൊ ഒരു നാട്ടില് പണ്ടൊക്കെ എങ്ങനെയാ ഒരു കൂട്ടായ്മ, ഒരു രാഷ്ട്രീയ കൂട്ടായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കേന്ദ്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് പോയി തച്ചു പൊട്ടിക്കില്ല. അതെ, ഇപ്പൊ അതൊന്നും ഇല്ല. ഒന്നാമത്തെ കാര്യം അനാവശ്യമായിട്ടുള്ള ഈ നിയമക്കുരുക്കുകളാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ അധ്യാപകര് കുട്ടികളെ ഒന്ന് ശാസിച്ചു കഴിഞ്ഞാൽ നോക്കിയ പോക്സോക്ക് അത്യാവശ്യമായിട്ട് വേണ്ട വകുപ്പാണ്. കാരണം ഈ കുട്ടികളെ ദുരുപയോഗം ചെയ്ത ആളുകൾ, പക്ഷെ അത് ദുരുപയോഗം ചെയ്ത വകുപ്പ് ദുരുപയോഗം ചെയ്ത കുറെ കേസിൽ എത്രയോ അധ്യാപകര് പെട്ടുപോവുകയാണ്. അപ്പൊ അതിന്റെ അടുത്തൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ടാകണം. പിന്നെ മക്കൾ ഇപ്പോ മൊയ്നുക ഒരു ഫാദർ എന്നുള്ള നിലക്ക് എന്താ പറയാനുള്ളത്? കാരണം ഞാനും സായിയും ഫാദേഴ്സ് അല്ല, അങ്ങക്കൊക്കെ 18 വയസ്സും 17 വയസ്സാണല്ലോ അല്ലെ, അത് കാണാണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ആസ് എ ഫാദർ എന്നുള്ള നിലയ്ക്കൊന്നുമല്ല, നമ്മള് മക്കള് ഒരുപാട് നമ്മള് എന്ത് ഏറ്റവും കൂടുതൽ മക്കള് ഇഷ്ടപ്പെടാത്ത സംഗതി ഉപദേശമാണ്. ഉപദേശിച്ച് അവരുടെ അങ്ങോട്ട് ഒരു വല്ലാത്തൊരു പരുവത്തിലാക്കി എന്നൊക്കെ പലരും പറയും. ഉപദേശിക്കേണ്ടവിടെ ഉപദേശിക്കണം, ശിക്ഷിക്കേണ്ടവിടെ ശിക്ഷിക്കണം, ശാസിക്കേണ്ടവിടെ ശാസിക്കണം. എന്നാൽ മാത്രമേ ഒരു പാരന്റ് ആവുള്ളൂ. നമ്മളെല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണം. അതോടൊപ്പം തന്നെ അവരുടെ ഒരു ചെറിയൊരു കടിഞ്ഞാണ് നമ്മുടെ കയ്യിൽ വേണം. വേണ്ടിട്ട് നടന്നു പോവാം, അല്ലെങ്കിൽ അവിടെ തിരിച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് പോവാം. അപ്പൊ ഓക്കെ ഗൈസ്, മൊയ്നൊക്കെ പറഞ്ഞ വെരി വാലിഡ് പോയിന്റ് ആണ്. കാരണം നമ്മളെയൊക്കെ ഉപദേശിച്ചിട്ടുണ്ട് നമ്മളെ അച്ഛന്മാരൊക്കെ. ഉപദേശം എപ്പോഴും റൈറ്റ് ടൈമിലുള്ളത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അല്ലാതെ മൊയ്നുക്ക് തന്നെ പറയേണ്ടതായിരുന്നു. അതെ, കറക്റ്റ് സമയത്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തോണ്ടാണ് നമ്മളൊക്കെ ഇന്ന് സക്സസ്ഫുൾ ആയത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ സ്റ്റക്കായി ചോദിച്ചതിനായിട്ട് നിന്നിട്ടുണ്ടാവും. നമ്മളെ കറക്റ്റ് സമയത്ത് നമ്മളെ അച്ഛനും നമ്മളെ വീട്ടുകാരും നമ്മളെ ഏട്ടന്മാരൊക്കെ അമ്മമാരും ഒക്കെ ഉപദേശിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ഓക്കെ, എന്താണെങ്കിലും ഇങ്ങനത്തെ ചെകുത്താൻ സേവ മറ്റേ പരിപാടി എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ലൈഫ് പോവും, കാര്യമില്ല. അല്ല, അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഒക്കെ കാണുന്ന സമയത്ത് ഡോക്ടറെ കൊണ്ടുപോകണം, ഡോക്ടറെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യണം. അതൊക്കെ ഇന്നത്തെ കാലത്ത് എത്ര സിസ്റ്റം ഉണ്ട്. ഈ ചൈൽഡ് ലൈൻ എല്ലാം സത്യത്തിൽ ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10% പോലും ചൈൽഡ് ലൈൻ ഉപയോഗിക്കുന്നില്ല. എന്തൊക്കെ കുട്ടികളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട്, ചൈൽഡ് ലൈൻ ഉണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിലെ കൗൺസിലിംഗ് ക്ലാസ്സുകൾ ഒരു സിലബസിന്റെ ഒരു ഭാഗമാണ്. ഒരു ഹവർ ടീച്ചർമാരും കുട്ടികളും ഒരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ. ഇപ്പൊ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ അറിയോ, ഈ സൈക്കോളജിസ്റ്റുമാർ കുറേ ഉണ്ട്. സൈക്കാട്രിസ്റ്റ് അല്ല, സൈക്കോളജിസ്റ്റ്. 2-3 മാസത്തെ കോഴ്സാണിത്. അപ്പൊ ഈ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് മാറാൻ വേണ്ടി, പേര് പറയുമ്പോ സൈക്കോളജിസ്റ്റ് ആണ്, പേരെന്താ സൈക്കോളജിസ്റ്റ് ആണ്, എന്താ പേര്, കാതർകരിപ്പൂടി സൈക്കോളജിസ്റ്റ്. അപ്പൊ ഈ ഡോക്ടറും കൂടി ആ ഒരു പരിധിയിലേക്ക് വരും. സത്യത്തിൽ ഇത് വലിയൊരു ഫേക്ക് ഡ്രാമ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 6 മാസം കൊണ്ട് ഒരു കോഴ്സ് പഠിച്ചു ഒരുത്തിന് മനഃശാസ്ത്രം പഠിച്ചു. ആ മനഃശാസ്ത്രം പഠിച്ചെടുത്തേക്ക് ഒരു പെൺകുട്ടി അയക്കുമ്പോ ഇയാളെ വിശ്വസിച്ച് അവള് നേരിട്ട എല്ലാ കാര്യങ്ങളും ഇയാളോട് പറയുമ്പോ പിന്നീട് ഈ സ്റ്റോക്ക് ഒക്കെ ഇവിടെ കിട്ടി. പിന്നെ ഇയാൾക്ക് അപ്പൊ ഈ നമ്മൾ ഒരു വീഡിയോ കൂടി വേറെ വീഡിയോ ചെയ്യാം.